ഗുഡ് മോർണിംഗ് എല്ലാ മലയാളികൾക്കും വീണ്ടും നമ്മുടെ ആർസി ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുണ്ട്, എനിക്ക് ജലദോഷമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ തുമ്മി വരും, അതല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇപ്പം ഓൺലൈനിലൂടെ വർക്ക് ചെയ്യുന്നുള്ള സമയം കൂടിയാണ്, റീഡിങ് നടത്തുന്ന സമയമാണ്. അപ്പോൾ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യും. അങ്ങനെ ചിലപ്പോൾ ഒരു കട്ട് വരാൻ സാധ്യതയുണ്ട്, വിളി വന്നാൽ അല്ലെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പോകണു, ഇനിയും നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സത്യത്തിൽ രാശിയുടെ വായനയാണ്. അടുത്ത ഒരാഴ്ചത്തെ, അതായത് ജൂലൈ 18 മുതൽ 24 വരെയുള്ള ഒരാഴ്ചയിൽ. അത് ചിലപ്പോൾ അതിൽ നീണ്ടു പോവാം. ഓക്കെ, ബട്ട് ദ തിങ് ഈസ് ആക്ച്വലി നമ്മളിവിടെ ടാരോ കാർഡ് വായിക്കുന്നതിന് മുമ്പ് നമ്മളിത് വായിക്കുന്നത് വാട്ടർ സൈന് വേണ്ടിയിട്ടാണ്. വാട്ടർ സൈൻ എന്ന് പറഞ്ഞാൽ ജലതത്വരാശികളായ കർക്കിടകം, ഓക്കെ, കർക്കിടകം, സ്കോർപിയോ, വൃശ്ചികം, പിന്നെ പൈസിസ്, മീനം. ഓക്കെ, അപ്പോൾ കർക്കിടകം, വൃശ്ചികം, മീനം, ഈ 3 രാശിക്കാരും ജലതത്വ രാശികളാണ്, എലമെന്റ്സ് വൈസ് പഞ്ചഭൂതങ്ങളിൽ. ഓക്കെ, അപ്പം അവരുടെ റീഡിംഗ് ആണ്. അതിനു മുമ്പ് ആസ്ട്രോളജിക്കലി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ജലതത്വ രാശികളായ ക്യാൻസർ, സ്കോർപിയോ, പൈസിസ്, ഇവരുടെ റൂളേഴ്സ്, ക്യാൻസറിൻ്റെ അതായത് കർക്കിടകത്തിൻ്റെ റൂളർ ചന്ദ്രനും, വൃശ്ചികത്തിൻ്റെ റൂളർ ചൊവ്വയും, മീനത്തിൻ്റെ റൂളർ ജുപിറ്ററുമാണ്. ഓക്കെ, അപ്പം ഈ 3 രാശികളിലും ചന്ദ്രൻ, സൂര്യൻ, ലഗ്നം, ചന്ദ്രൻ, സൂര്യൻ, ലഗ്നം എന്നിവ ഉള്ളവർ ഈ വീഡിയോ വാച്ച് ചെയ്യണം. അതൊന്ന്. 2, ഈ 3 രാശികളിലും ലഗ്നമുള്ളവർ പ്രത്യേകിച്ചും വാച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താണ് പ്രത്യേകത, എന്താണ് ഇപ്പൊ സത്യത്തിൽ ഈ രാശികളിൽ നടക്കണം? അപ്പൊ കർക്കിടകമാണെങ്കിൽ കർക്കിടകക്കാർക്ക് ഇപ്പോൾ 8 ശനി നിൽക്കുന്ന സമയമാണ്, 7 ശനി നിൽക്കുന്ന സമയമാണ്. 7 ശനി നിൽക്കുമ്പോൾ വളരെയധികം മോശമായിട്ടൊക്കെ വരേണ്ടതാണ്, കണ്ടക ശനി എന്നൊക്കെ പറയും. പക്ഷെ സത്യത്തിൽ ഈ പറയുന്ന കർക്കിടക രാശിക്കാർക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ചെയ്യില്ല. എന്നാലും കുറച്ചൊക്കെ ഉണ്ട്, വലിയ പ്രശ്നം ചെയ്യില്ല. കാരണം 7-ാം അധിപനാണ് 7-ൽ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ 7-ാം അധിപൻ, അതായത് നിങ്ങളുടെ ഭാര്യ പദവിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താ പറയുക ഗേൾ ഫ്രണ്ട്സോ ബോയ് ഫ്രണ്ട്സോ വാട്ടെവർ, ഒരു പാർട്ട്ണർഷിപ്പോ എന്തെങ്കിലും ആവട്ടെ, അതിൻ്റെ ഒരു 7-ാം അധിപൻ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ്, ബിസിനസ് പാർട്ട്നേഴ്സ് ഒക്കെ ഈ പറയുന്ന ഇതിൽ വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് 7-ാമത്തെ ഹൗസിൽ ശനിയുടെ സ്വന്തം ഹൗസിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഇല്ലെങ്കിലും നിങ്ങൾ മുന്നേ ചെയ്ത കാര്യങ്ങളിൽ ധർമ്മപരമായിട്ടും കർമ്മപരമായിട്ടും എന്തെങ്കിലും ഇഷ്യൂസ് 7th ഹൗസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2.5 വർഷം ശനി വളരെ കാര്യമായിട്ട് അത് ഗവനിക്കും. ചില സമയത്ത് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാവാം. ഇപ്പോൾ ഒരു തെളിമ വന്നിട്ടുണ്ടാവാം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വ്യാഴം 8ലേക്ക് പോയി, വീണ്ടും 7-ലായിരുന്നു, 8ലേക്ക് പോയി. അപ്പോൾ 8ലേക്ക് വന്നപ്പോൾ തെളിമ ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വന്ന മിസ്റ്റേക്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് ഞാൻ പറഞ്ഞത് തെളിമ ഉണ്ടാവും റിലേഷൻഷിപ്പിൽ ഭംഗിയായിട്ട് വരുന്നല്ല, നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. എന്താണ് എനിക്ക് വന്ന മിസ്റ്റേക്സ്, അല്ലെങ്കിൽ എന്താണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന മിസ്റ്റേക്സ്, എന്താണ് ജീവിതത്തിൽ ബിസിനസ്സിൽ വന്ന മിസ്റ്റേക്സ് എന്ന് ഇപ്പോൾ വ്യാഴം കാണിച്ചിരുന്നുണ്ട്. ഇപ്പോൾ റെട്രോഗ്രേഷനിലാണ് വ്യാഴം. അപ്പോൾ കർക്കിടക രാശിക്കാർക്ക് അടുത്ത ഒരു വർഷം കൂടിയും വ്യാഴം 8 തന്നെയാണ്. 8 തന്നെ എന്ന് പറഞ്ഞാൽ നവംബർ മുതൽ മുഴുവനായിട്ടും 8 തന്നെയാണ്. ഈ 8 വ്യാഴം വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് നല്ല മെഡിസിൻസ് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, അതല്ല വേറെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം, സഡനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണം, അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലും ഈ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നടക്കും. അതായത് സഡനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നിങ്ങളുടെ കർമ്മം ശരിയാക്കി നിർത്തണം എന്നുള്ളതാണ്. അപ്പം
അഷ്ടമത്തിലാണ് വ്യാഴം എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ അഷ്ടമത്തിലാണെങ്കിലും നോർമൽ വേദിക് ആസ്ട്രോളജി ചാർട്ട് വെച്ചിട്ട്, കാലചക്ര പുരുഷ ചാർട്ട് വെച്ചിട്ട് 11th ഹൗസ് 11ാമത്തെ ഹൗസിലാണ് വ്യാഴം നിൽക്കുന്നത്, കുംഭത്തിൽ. അപ്പം അതിൻ്റെ ഗുണം ഉണ്ടാവും. പിന്നെ മാത്രമല്ല, ഇത് എല്ലാവരുടെ ജീവിതത്തിലും അനുഭവിച്ചു പോകേണ്ടവരാണ്. അപ്പം നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കി തരും ഈ വ്യാഴം. ശരി, അപ്പോൾ വ്യാഴം നിങ്ങളുടെ 12ാമത്തെ ഹൗസായ മിഥുനത്തിനെ നോക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ 2ാം ഹൗസായിട്ടുള്ള, അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ധനത്തിന് വലിയ കുഴപ്പം, ജോലിക്കൊന്നും വലിയ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. മനസ്സിലായി? ചില ചില്ലറ പ്രശ്നങ്ങൾ ജോലി സ്ഥലത്ത് ഉണ്ടാവാം, അത് കണ്ടില്ലെന്ന് വയ്ക്കണം. ഓക്കെ, അപ്പം അതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളത്. നമ്മൾ സൈലൻസ് പാലിക്കണം. വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ 2ാമത്തെ ഹൗസായിട്ടുള്ള ചിങ്ങത്തിലേക്ക് നോക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ 4ാമത്തെ ഹൗസായിട്ടുള്ള ലിബ്ര. അപ്പം കംഫേർട്സ് ഉണ്ടാവും, സുഖ സൗകര്യങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് പോലും. ഇപ്പോൾ വ്യാഴം അവിടേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ശനിയുടെ ഇത് 3ാമത്തെ ഹൗസായിട്ടുള്ള മീനത്തിലേക്ക് വരുമ്പോൾ മീനം രാശിക്കാർക്ക് ചെറിയൊരു മീനം രാശിക്കാർക്ക് എല്ലാ രീതിയിലും കുഴപ്പമില്ലെങ്കിലും മീനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി 11ലാണ്. ആ 11ൽ നിൽക്കുന്ന ശനിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്നത്. ഓക്കെ, 11ൽ നിൽക്കുന്ന നോക്കട്ടെ കേട്ടോ, അക്വേറിയസ് 12 11 11ൽ നിൽക്കുന്ന ശനിയാണ് നോക്കുന്നത്. അപ്പോൾ പൈസസ് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, നാളെ വളരെ നല്ലതാണ്. 12ൽ വ്യാഴാണ്. അപ്പോൾ ഇത്തിരി എക്സ്പെൻസും ചെറിയ ഇതുകളൊക്കെ വരും, അത്രേ ഉള്ളൂ. ചെറിയ എക്സ്പെൻസ്, ആ എക്സ്പെൻസസ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നോക്കുക. എന്തെങ്കിലും വീട് മേടിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾക്ക് പൈസ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും, അത്രേ ഉള്ളൂ. പിന്നെ രാത്രിയിൽ നല്ല ഉറക്കം കിട്ടും വ്യാഴം 12ൽ നിൽക്കുമ്പോൾ. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ 3ാമത്തെ ഹൗസ് പൈസസിലേക്ക് നോക്കുന്നുണ്ട്. പിന്നെ അത് വന്നിട്ട് 7 വരുമ്പോൾ 3 കഴിഞ്ഞ് 4 5 6 7 നോക്കുന്നത്. അപ്പം ഇതിനകത്ത് എനിക്ക് പറയണം, വിശ്വകാർക്കാണെങ്കിൽ 3ലാണ് ശനി. അപ്പം ഈ സിബ്ലിങ്സ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ, സഹോദരങ്ങൾ തമ്മിലൊക്കെ എന്തെങ്കിലും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ പ്രോബ്ലംസ്, വർക്ക് പ്ലേസിലെ കോൺടാക്ട്സിൽ പ്രോബ്ലംസ്, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി നമ്മൾ മുന്നിലേക്ക് പോകണം എന്ന് ശനി നമുക്ക് ഈ 3ൽ വന്നു കഴിയുമ്പോൾ കാണിച്ചു തരും. മനസ്സിലായോ? 3ൽ ശനി നിൽക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുന്നെങ്കിലും ഓരോ ഹൗസിലും ശനി വരുമ്പോൾ അതതിൻ്റെ ധർമ്മം കറക്റ്റായിട്ട് നിർവഹിച്ചിട്ടേ ശരിയാണെന്ന് പോകുള്ളൂ, സ്വന്തം ഹൗസായാൽ പോലും. ഓക്കെ, ശനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം 4ാമത്തെ ഹൗസിലാണ് നിങ്ങൾക്ക് വ്യാഴം നിൽക്കുന്നത്. വൃശ്ചിക രാശിക്കാർക്ക് 4ാമത്തെ ഹൗസിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യങ്ങളും കംഫർട്ട്സ് ഒക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് അത് നോക്കുന്നത് ജെമിനൈ എന്ന് പറഞ്ഞാൽ മിഥുനവും നിങ്ങളുടെ ചിങ്ങവും ലിബ്രയിലുമാണ്, തുലാത്തിലുമാണ്. അപ്പം അതിൻ്റെതായ ഗുണങ്ങൾ, ആസ്പെക്ട്സിൽ ഗുണങ്ങൾ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പം ആസ്ട്രോളജിക്കലി നമ്മളൊരു ക്ലാസ് വേറെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ക്യാൻസർ, പൈസിസ്, സ്കോർപിയോ, ഈ രാശികളുടെ ജലതത്വം, അതായത് കർക്കിടകം, വൃശ്ചികം, മീനം. എനിക്ക് എപ്പോഴും തെറ്റിപ്പോ, ഞാൻ ഈ അവിടെ ഇങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പം നമ്മൾ അവരുടെ റീഡിംഗ് ആണ് നോക്കാൻ പോണത് ജൂലൈ. നിങ്ങൾ വിചാരിക്കരുത് ഈ റീഡിങ് 18 മുതൽ 24 എന്ന് ഞാൻ ഇട്ടെങ്കിലും ഇതിൻ്റെ ഒരു എനർജിയുടെ വേരിയേഷൻ അതിന് മുകളിൽ വരും. മനസ്സിലായോ? ഓക്കെ, അത് മനസ്സിലാക്കണം. കർക്കിടകം, വൃശ്ചികം, മീനം. ഇവിടെ നല്ല മഴയാണ്, പുറത്തെ തണുപ്പുമുണ്ട്, മഴയുണ്ട്. ഓക്കെ, ഒരുപാട് കാർഡ്സ് വന്നിട്ടുണ്ട്. അത് മനസ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു ലെവൽ അങ്ങനെയാണ് ഇവരുടെ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ ദാറ്റ്സ് ഓൾ റൈറ്റ്. എനിക്ക് നോക്കാൻ മാക്സിമം പറ്റുന്നത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഉണ്ടോ? ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് സക്സസ് ഒരേ സമയത്ത് കൈകാര്യം ചെയ്ത് പോവാണ് ഇവര്. അതാണ് പ്രശ്നം.
വാട്ടർ സൈൻ ആണെങ്കിൽ മൂന്ന് തരത്തിലുള്ള വാട്ടർ സൈനാണ്. കർക്കിടകം വരുമ്പോൾ അത് വളരെ സോഫ്റ്റ് ആയിട്ട് മുന്നിലേക്ക് പോകുന്ന ഒരു റിവറിന്റെ എനർജി ആണെങ്കിൽ, അത് വൃശ്ചികത്തിൽ വരുമ്പോൾ മാർസിന്റെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള വാട്ടർ, ആ ഡീപ്പല്ല, വെല്ലും ഡ്രെയിനേജ് വാട്ടർ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിട്ടാണ് വരുന്നത്. ഓ മൈ ഗുഡ്നസ്. അപ്പൊ ഏകദേശം പകുതി കാർഡ് ഇവിടെ ഉണ്ടെന്ന് ആ ഭാഗം. അപ്പം ഇതിനകത്ത് 3 രാശിക്കാരുടെയാണ് വാട്ടർ. അപ്പം ഞാൻ പറഞ്ഞു. അതുപോലെ മീനം എന്ന് പറഞ്ഞാൽ കടലാണ്. അതായത് എന്തെങ്കിലും ഒരു ഫീലിംഗ്, അത് മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റിലേക്ക് പോകുന്ന ഒരു രാശിയാണ്, ലഗ്നമാണ് മീനം. ഓക്കെ, അവർ നന്നായിട്ട് സ്നേഹിച്ചാൽ നന്നായിട്ടും, മോശമായിട്ട് വന്നാൽ വളരെ മോശവും, സെൻറ്റിമെൻ്റൽ ആയാൽ അതിൻ്റെ എക്സ്ട്രീമും, എല്ലാത്തിൻ്റെ ഒരു എക്സ്ട്രീമാണ് മീനം. ഇവിടെ ഈ മീനത്തിൽ കേതൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ആഴമായിട്ടുള്ള, അത് 6th ഹൗസ് ഒക്കെയാണ് അങ്ങനെ, അല്ലെങ്കിൽ 12th ഹൗസ് ഒക്കെയാണ് അങ്ങനെയൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗുണവും. ചില സമയത്ത് മീനത്തിൽ കേതൊക്കെ വന്നു കഴിഞ്ഞാൽ 12th ഹൗസ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ലിബറേഷൻ എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർ ഡീപ്പസ്റ്റ് ആയിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിയുന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയല്ല കേട്ടോ, അല്ലെങ്കിൽ മതപരമല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ട് മൂക്കൊക്കെ, പക്ഷെ വായിക്കാണ്ട് പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ക്യാൻസർ അല്ല, കർക്കിടകം വൃശ്ചികം, ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകും. കർക്കിടകം വൃശ്ചികം മീനം. നിങ്ങൾക്ക് ഈ ഇടയായിട്ട് ഈ അടുത്ത കാലത്തോ അല്ലെങ്കിൽ ഇപ്പോൾ കറന്റ്ലിയോ അല്ലെങ്കിൽ വരുന്ന കുറച്ച് കാലത്തിനുള്ളിൽ ഒരു ടവർ പൊസിഷൻ പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല അത്. അതായത് നിങ്ങൾ അതൊക്കെ ശരിയാവും എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പ്ലാനൊക്കെ പണിത്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച് ഇരുന്നൊരു രീതിയല്ല, പെട്ടെന്ന് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാണ് അത് ശരിയാണ്. നല്ല രീതിയിലുണ്ടാവും, മോശ രീതിയിലുണ്ടാവും. ചിലർ മോശമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം ഒരു കൊട്ടാരം പോലെ തകർന്ന് അതൊരു നല്ല, അയ്യോ ഇങ്ങനെയല്ലല്ലോ, അത് അങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇത് ഇങ്ങനെ ആയിരുന്നല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഒരു കാര്യം. ഓക്കെ, അപ്പൊ അതിനകത്തൊരു സഡൻ തിരിച്ചറിവ്, അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, അത് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ബാക്ക് സ്റ്റാബിങ് അനുഭവം, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, ബാക്കിൽ നിന്ന് ആരെങ്കിലും ഞങ്ങളുടെ ബാക്കിൽ നിന്ന് പ്ലേ ചെയ്യുന്നുണ്ട്, അതായത് എന്താ പറയുക, ബാക്ക് സ്റ്റേജിൽ ആരെങ്കിലും പ്ലേ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേജിന്റെ ബാക്കിൽ പ്ലേ ചെയ്യുന്നതല്ല. അതിൻ്റെ അർത്ഥം നമുക്ക് പിന്നിൽ ആരോ നമുക്കിട്ട് പണി തരുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ ഒരു തോന്നല്, ചീറ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ചീറ്റിംഗ് ആവാം, ബിസിനസ്സിൽ ചീറ്റിംഗ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഇലൂഷനിലും നിങ്ങൾക്ക് തോന്നുന്ന ചീറ്റിംഗ് ആവാം. അങ്ങനെ ഒരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ട്. പിന്നെ അതുകൊണ്ട് ചില സിറ്റുവേഷനുകളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകണം, അല്ലെങ്കിൽ ചിന്തിക്കും ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒഴിവാവാം എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. 8 ഓഫ് കപ്സ്. അത് മോശമായതുകൊണ്ടല്ല, നിങ്ങൾ അതിൽ നിന്നും വിട്ടുമാറി നിങ്ങളുടെ കുറെ കാര്യങ്ങളിലേക്ക് ചിന്തിക്കണം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. കാരണം നിങ്ങളൊരു മാറ്റത്തിന് ഇപ്പോഴും തയ്യാറ് അല്ല. കാരണം റെസിസ്റ്റീവായിട്ട് നിൽക്കുകയാണ്. അതായത് ഈ സൈക്കിളിൽ നീ ചേഞ്ച് ചെയ്യണം എന്ന് യൂണിവേഴ്സ് ആവശ്യപ്പെടുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഇപ്പോഴും ഐ എം പുഷിങ് ടു ദാറ്റ്. അതായത് ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് വീണ്ടും കിട്ടാത്തതിനെ കുറിച്ച് വിഷമിക്കുകയും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിഷമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പലരും, ചിലര് ഈ ഒരു അവസരത്തില് ജഗ്ലിംഗ് നടത്തുന്നുണ്ട്. ഏത് ഡിസിഷൻ എടുക്കണം, ഏത് വേല്, കുറെ അധികം റിസോഴ്സസ് ഉണ്ടാവാം. അതിപ്പോ റിലേഷൻഷിപ്പിലാവണമെങ്കിൽ 1, 2, 3 ഓപ്ഷൻസ് ഉള്ളവരായിരിക്കാം. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ എടുത്തിട്ട് ഇപ്പൊ പെട്ട് നിൽക്കുകയാണ്, പണി കെട്ടി നിൽക്കുന്നവരുണ്ടാവാം. അങ്ങനെയുള്ളവരാണെങ്കിൽ അതിൽ തിരിച്ചറിവ് വന്ന അതിനെ ലീവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇതിനകത്തുണ്ട്. അതല്ലെങ്കിൽ ഇത് ഒരുപാട് റിസോഴ്സസ്, ബിസിനസ് റിസോഴ്സസോ അല്ലെങ്കിൽ ഒരു 1, 2, 3 ഡയറക്ഷൻ നിങ്ങൾക്ക് ഫ്രണ്ടിലുണ്ടാവും. ഓക്കെ, ഒരു കാര്യം ചെയ്യാനായിട്ട്. അപ്പൊ അതിൽ ഏതെടുക്കണം എന്നൊരു വ്യക്തമായ ധാരണയില്ലാത്തതിന്റെ ഒരു പ്രശ്നവും നിങ്ങൾക്കുണ്ട്. പിന്നെ ഒരു ചെറിയ പിശുക്കിന്റെ സ്വഭാവവും ചെറിയൊരു പൊസസീവ്നെസ് ഒക്കെ റിലേഷൻഷിപ്പിൽ കാണാം. ഇതിലേതെങ്കിലും ഒന്ന് കാണാം. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക്
ഒരു ബാലൻസിങ് എനർജിയാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? ബാലൻസ് ഇല്ല, ബാലൻസ് നമുക്ക് വരുത്തണം. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയങ്ങളാണ്. ഈ സംശയം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണം. സംശയം വരുമ്പോൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്, ചോദിക്കണം, ആക്ട് ചെയ്യണം. മോശമായിട്ട് ആക്ട് ചെയ്യല്ല, നമ്മൾ ന്യൂട്രലായിട്ട് ആക്ട് ചെയ്യണം. എങ്ങനെ ആക്ട് ചെയ്യണം? നമ്മൾക്ക് അങ്ങനെ ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെങ്ങനെ നമ്മളടുത്ത് സംസാരം പെട്ടെന്ന് നിർത്തി, അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർ പെട്ടെന്ന് നമ്മുടെ ഇത് ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു ജോലി ഇത് പെട്ടെന്ന് നമ്മളെ വിരിച്ചു വിട്ടു. കാരണം ഇതൊക്കെ ഈ ഒരു ശനി നിൽക്കുന്നതിന്റെ വ്യാഴത്തിന്റെ റെട്രോഗ്രേഷനിലൊക്കെ വരുന്ന ഒരു സംഭവമാണ്. കുറെ കാര്യങ്ങൾ നമ്മൾ റിവീൽ ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുറെ മുന്നുണ്ടായിരുന്നതാണ് എനിക്ക് നല്ലത്, ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മോശമായിട്ട് വന്നു, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മുന്നിൽ ഞാൻ വെച്ചുകൊണ്ടിരുന്ന സംഭവങ്ങൾ മോശമാണ് എന്നൊക്കെ തെളിയിപ്പിച്ചു വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ ജീവിതത്തിൽ കൂടെ നിങ്ങൾക്ക് 3 കൂട്ടർക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതില് ഈ ബാലൻസിങ് ഒരു വലിയ സംഭവമാണ്. ജീവിതത്തിൽ ഏത് കാര്യത്തിലും ഒരു ബാലൻസിങ് വേണം, അത് വളരെയധികം അത്യാവശ്യമാണ്. പക്ഷെ ഇതിനകത്ത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സും ഉണ്ടെന്നുള്ളതാണ്. കാരണം യു ആർ വെരി കേപ്പബിൾ. കാരണം ഇപ്പൊ കർക്കിടക രാശിക്കാർക്കാണെങ്കിൽ 11 രാഹു നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ 11 രാഹു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വെൽത്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്ന് വരും. പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ രാഹുവിന്റെ ഒരു സ്വഭാവം അതാണ്, അത് തന്നത് മുഴുവൻ തിരിച്ചെടുത്തിട്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് സൂക്ഷിച്ചും കണ്ടും ബിസിനസ്സുകളിൽ ഏർപ്പെടുകയും റിലേഷൻഷിപ്പിൽ പക്വത കാണിക്കുകയും ചെയ്യണം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ പുതിയതായിട്ട്, അതായത് പഴയ നിങ്ങളുടെ ദുസ്വഭാവങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ വേദനകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ തളർന്ന അവസ്ഥ, പഴയതിന് ഇങ്ങനെ തൂക്കി പിടിച്ചിരിക്കുന്ന അവസ്ഥ, അതൊക്കെ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയൊരു തുടക്കത്തെക്കുറിച്ച് ചിന്തിക്കണം. അതാ ഇവിടെ ഉണ്ട്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. കാരണം നിങ്ങൾ വിതിൻ യുവർ സെൽഫ് കോൺഫ്ലിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? വിതിൻ യുവർ സെൽഫ് നിങ്ങൾ കോൺഫ്ലിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്, എനിക്കൊന്ന് എന്താ പറയുക, വാഷിങ്ങിന് ഒന്ന് പോകണം. ഞാനിപ്പോൾ തന്നെ വരാം. കാരണം എൻ്റെ മൂക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥത എടുക്കുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ബാലൻസ് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക്. ഓക്കെ, കാരണം എനിക്ക് മൂക്ക് ഭയങ്കര അസ്വസ്ഥത വന്നിട്ട് ഞാനതൊന്ന് ശരിയാക്കാൻ പോയതാണ്, ക്ലീൻ ആക്കാൻ പോയതാണ്. ഓക്കെ, ഇപ്പം ഇതിനകത്തുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഈ പിടിച്ചു നിൽക്കുന്ന തൂങ്ങി നിൽക്കുന്ന പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് വിട്ടിട്ട്, എനിക്ക് പ്രത്യേകിച്ചും കർക്കിടക രാശിക്കാരോടും വൃശ്ചിക രാശിക്കാരോടും, പൈസസിന് അത്ര പ്രോബ്ലംസ് ഇല്ല, വൃശ്ചിക രാശിക്കാരോടും കൂടി എനിക്ക് പറയാനുള്ളത്. കാരണം കർക്കിടക രാശിക്കാർക്ക് ഒരു മൂഡ് ചേഞ്ചിങ് സ്വഭാവം കൂടി ഉള്ളത് കൊണ്ട് മുഴുവനായിട്ട് എല്ലാവർക്കും അല്ല. കാരണം നല്ല രീതിയിൽ മൂഡ് നിൽക്കുന്നവർക്ക്, ലഗ്നാധിപതിയും ബാക്കിയുള്ള രീതികളൊക്കെ ആസ്പെക്ട്സ് ഒക്കെ നന്നായിട്ട് നിൽക്കുന്നവർക്ക് വളരെ നല്ല വലിയ കുഴപ്പമില്ലാണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അല്ലാത്തവർക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളും ഡൗട്ട്സും ഒക്കെ വന്നുകൊണ്ടിരിക്കില്ല, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആസ് എൻ ആസ്ട്രോളജിസ്റ്റ്, ന്യൂമറോളജിസ്റ്റ് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ എൻ്റെ ഒരു ജലദോഷം കാര്യങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കൊരു ലൈവ് ചിന്തിക്കുന്നുണ്ട് ഞാൻ. അപ്പം ലൈവായിട്ട് ഒരു ആസ്ട്രോളജി സെഷൻ നിങ്ങൾക്ക് ഒരു മണിക്കൂറത്തേക്ക് എപ്പോഴെങ്കിലും, ഇപ്പോഴല്ല കുറച്ച് കഴിയട്ടെ, ഓക്കെ, ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ലൈവായിട്ട് നോക്കാം. ഓക്കെ, നിങ്ങളുടെ എനിക്ക് ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങളുടെ ഏജ് മാത്രം എനിക്ക് മതി. അത് വെച്ചിട്ട് നിങ്ങളുടെ 1-2 വർഷത്തെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. മോനാണ്, ഒരു ഗ്ലാസ് ചായ കൊണ്ടെന്നാണ്. ഓക്കെ, ഭയങ്കര ചൂടാ. ഓക്കെ, ജീവന വാതിലടച്ചിട്ട് പോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. മോനാണ്, ചായക്ക് വെച്ചേരും കിടക്കാൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേദനകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനൊപ്പം തന്നെ സക്സസ് നോക്കിയിട്ട് വേണ്ട. ഞാൻ വളരെ നല്ല ഭാവി നിങ്ങൾക്കുണ്ട്. പക്ഷെ ഈ പ്രോബ്ലംസ്, അതായത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന, നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരാണ് നമുക്ക് പ്രോബ്ലംസ്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല.
നമ്മൾക്ക് നമ്മുടെ ടൈം ശരിയല്ലെങ്കിൽ മറ്റുള്ളവരൊരു നിമിത്തമായിട്ടാണ് നമ്മളിലേക്ക് അത് വരുത്തുന്നത്. അല്ലാണ്ട് ആ ഒരു പ്രത്യേക വ്യക്തിക്ക് നമ്മളോട് പ്രത്യേക ഒരു ദേഷ്യം വൈരാഗ്യം ഉള്ളതുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, നമ്മുടെ കർമ്മമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന ഒരു രീതിയിലേക്ക് വരണം. എന്തിനാണ് അർത്ഥത്തേക്ക് മാറ്റി വെക്കുന്നത്? ഓക്കെ, വാതിലടക്കി അങ്ങനെ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്ക്, വളരെ നല്ല സ്നേഹം നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. ഓക്കെ, തുറന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നങ്ങൾ തീർക്കുക. ചെറിയൊരു വാക്കുകൊണ്ട് തീർക്കുന്ന കാര്യങ്ങൾ വലിയ വലിയ ഇഷ്യൂസ് ആക്കി മനസ്സിലിട്ട് കുഴപ്പിക്കുന്ന കാര്യമില്ല. കണ്ടോ, നല്ല ഏസ് ഓഫ് കപ്സ്, പുതിയതായിട്ടുള്ള നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൈ കുഡ്ന്റ് യു സ്റ്റാർട്ട് ദാറ്റ്? അതാണ് നമ്മുടെ ഈഗോസും നമ്മുടെ പ്രശ്നങ്ങളും നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ആയുസ് വളരെ നമുക്കറിയില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ, അപ്പോൾ വളരെയധികം സക്സസ് ഹെഡ് ഉണ്ട്. ദേ നോക്ക്, കിങ് ഓഫ് പെന്റക്കിൾസ് കണ്ടോ? കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ മണിയാണ്. മണി ഈസ് ഓൺ ദ വേ. ഓക്കെ, അത് വരുന്നുണ്ട്, പൈസ നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട്, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സക്സസ് വരുന്നുണ്ട്. കാരണം നിങ്ങളെ പുഷ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണോ ആ സാഹചര്യങ്ങൾ പുഷ് ചെയ്ത് മാറ്റിയിട്ട് ലീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഡ്രോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പറയാനുള്ളവരോട് നല്ലതാണെങ്കിൽ അത് പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ അപ്രോച്ച് എടുക്കുക. എന്നിട്ട് കണ്ടോ, ഈ നല്ലൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് വന്നിട്ട് ഈ തൂങ്ങി പിടിച്ച് കിടക്കാൻ നിൽക്കരുത്. തൂങ്ങി പിടിച്ച് കിടക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിൽ മാത്രം തൂങ്ങി പിടിച്ച് കിടക്കാവൂ. നിങ്ങൾ നോക്ക്, ഞാൻ പറയുന്നത് നുണയൊന്നുമല്ല. നോക്ക്, നിങ്ങൾ കണ്ടോ, ഇതിനകത്ത് നിങ്ങൾ നോക്ക്, ഏസ് ഓഫ് പെന്റക്കിൾസ് കണ്ടോ, ഇതാണ് ഏസ് ഓഫ് പെന്റക്കിൾസ്, ഇത് കിങ് ഓഫ് പെന്റക്കിൾസ്. പുതിയതായിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്സോ ജോലികളോ ഒക്കെ, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം എന്ന് പറഞ്ഞാൽ മില്യൺസ് വരുന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ആവശ്യത്തെക്കാളും ഒത്തിരി കൂടെ നല്ല രീതിയിൽ വരാനായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്, അതായത് ഈ ലോസ് ഫീലിങ്സ് കളഞ്ഞിട്ട് നിങ്ങളുടെ ഇതിനകത്ത് ഒരു സ്ട്രെങ്ത്, leave it on the chair. Okay. അപ്പോൾ ഇതിനകത്ത് ഒരു ലോസ് ഓഫ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ എനർജി നിങ്ങളും മനസ്സിൽ നിന്ന് വിട്ടിട്ട് ഇത് കണ്ടോ, സ്ട്രെങ്ത് കണ്ടോ. ഈ സ്ട്രെങ്ത്തിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ലയന്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടീനെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. ഈ സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട്. അതായത് ഈ ഒരു പെൺകുട്ടിക്ക്, ഇതിനകത്ത് ഈ പിക്ചറിൽ കാണുന്ന സ്ട്രെങ്ത്തിന്റെ ഈ ഒരു പെൺകുട്ടിക്ക് അവർക്ക് പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങളുണ്ട്. സാധാരണക്കാരെക്കാളും ഇരട്ടി പ്രശ്നങ്ങൾ ഉണ്ടാവും. എസ്പെഷ്യലി ക്യാൻസർ, സ്കോർപിയോ, പൈസിസ്. സാധാരണക്കാർ, കാരണം നിങ്ങൾക്കത് താങ്ങാനുള്ള പവർ ഉണ്ടെന്ന് യൂണിവേഴ്സിന് അറിയാവുന്നതുകൊണ്ടാണെന്ന്. അപ്പം നിങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്. യൂസ് യുവർ സ്ട്രെങ്ത്. ഓക്കെ, എന്നിട്ട് മുന്നിലേക്ക് പോകണം. എഗെയിൻ നിങ്ങൾ വാട്ടർ എനർജി ആയിക്കോട്ടെ, എന്ത് എനർജി ആയിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഫയർ ഉണ്ട്, ഫ്രണ്ടിലേക്ക് പോകാനുള്ള ഒരു ത്വരത, എന്താ പറയുക, അങ്ങനെ തന്നെയല്ലേ പറയുക, അങ്ങനെയുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുക. അതാണ് ഈ കാത്തുനിപ്പ്. അതായത് ആർക്കൊക്കെയോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടിയിട്ടുള്ള കാത്തുനിപ്പ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ഉപേക്ഷിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? കോൺസെൻട്രേറ്റ് ചെയ്യുക. ആരോ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കട്ടെ. ഈ കാത്തിരിപ്പ് നിർത്തിയിട്ട് പ്രവൃത്തിയിലേക്ക് വരാം. ഓക്കെ, ഈ മനസ്സിലുള്ള കോൺഫ്ലിക്ട്സും ആരെങ്കിലോട് ലിറ്ററലി ഉള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ടാവും? മനോഹരമായ ലവ്. കണ്ട, ഏസ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ദ ബ്യൂട്ടിഫുൾ കാർഡ് ഓഫ് ലവ്. 2 of cups ആൻഡ് ഏസ് ഓഫ് കപ്സ്. ഇത് നോക്ക്, നിങ്ങളുടെ തന്നെ സ്വന്തം എനർജിയാണ് ഈ കിങ് ഓഫ് പെന്റക്കിൾസ്. ഇതും നിങ്ങളുടെ എനർജിയാണ്. ഇത്രയധികം സ്നേഹവും ഇത്രയധികം പ്രോത്സാഹനവും ഫ്രണ്ടും നിങ്ങൾക്ക് ഉണ്ടായിട്ട് വെറുതെ ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ പറ്റിക്കപ്പെട്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തല്ലോ, ഞാൻ സ്വയം ഇങ്ങനെ ആയല്ലോ, ഈ വക ചിന്തകൾ മാറ്റിവെച്ച് ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഈ കാർഡുകൾ എടുത്തപ്പോൾ എനിക്ക് തോന്നണം നമ്മുടെ
വാട്ടർ രാശിയുടെ റീഡിങ് ഒരു വിധം നല്ലൊരു സമയം എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നി നിങ്ങൾക്ക് അങ്ങനെ തരണമെന്ന്. ഓക്കെ, ഇനി നിങ്ങളുടെ ഒരു ലെവൽ വെച്ചിട്ട് നിങ്ങളുടെ ഏജ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഡിഫറൻസ് വരാം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതൊരു ലൈവ് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോവാം. കാരണം ഞാൻ അത്ര റെഡിയല്ല ഇപ്പോൾ. ഓക്കെ, അതുകൊണ്ടാണ് ഒരു കാര്യം നിങ്ങളുടെ എനർജിയുടെ വേറൊരു വേരിയേഷനാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ റിൻസി നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം, ഞങ്ങളാണ് അനുഭവിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇവിടെ കുത്തിരുന്നത് എനിക്ക് ഇതൊന്നും അനുഭവമില്ല എന്ന് വിചാരിക്കണ്ട. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം മനസ്സിലാക്കുക. ഓക്കെ, അല്ലാണ്ട് നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് അങ്ങനെയല്ല. നമ്മൾ മനുഷ്യരാണ്. കണ്ട നിങ്ങളുടെ മെസ്സേജസ്, ഒരുപാട് പേരുടെ മെസ്സേജസ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഫുൾഫിൽമെന്റ്. ഞാൻ പറഞ്ഞല്ലോ ഫുൾഫിൽമെന്റ്. ഏസ് ഓഫ് കപ്സ്, കിങ് ഓഫ് പെൻഡക്കിൾസ്, കോയിൻസ്, പിന്നെന്താണ്, പിന്നെ നിങ്ങൾ ചൈൽഡ് ലൈക്ക് എന്തൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടതൊക്കെ നിങ്ങളുടെ ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ ആണ് എന്ന് പറഞ്ഞാൽ വെറുതെ മനസ്സിൽ കരികൂട്ടി നിങ്ങൾ ചിന്തിച്ചുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്നാണ് പറയണത്. ശരിയാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല, കമന്റിൽ എഴുതിയിട്ടുള്ളൂ കേട്ടോ. റിഫ്ലക്ഷൻ, പാസ്റ്റിൽ ചെയ്തതിന്റെ റിഫ്ലക്ഷൻ ആണ് അത്. നിങ്ങളായാലും വീട്ടിലായാലും ആര് ചെയ്തതായാലും ഇത് ഞാൻ പറയുന്നതല്ല, യൂണിവേഴ്സ് പറയുന്നതാണ്. നിങ്ങൾ ഇതിനകത്ത് ഫോട്ടോയിലെ ആളൊന്നും നോക്കണ്ട, പക്ഷെ ഇയാൾ പറയുന്നത് കറക്റ്റ് തന്നെയായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, ഇത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എന്ത്, പഴയതിലേക്ക് തിരിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയത് സംഭവിച്ചു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത് നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനെ ഫ്രഷ് അപ്പ് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോവാം, അത് പറ്റുമെങ്കിൽ നോക്ക്. ഓക്കെ, പ്രയോറിറ്റി അഗെയിൻ, അതായത് നിങ്ങൾക്ക് റിസോഴ്സസ് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ട്. ഈ കൺഫ്യൂഷൻസിൽ ഏതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് ധരിച്ചിട്ട്, ഏതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് ധരിച്ചിട്ട് അതിലൊരു പ്രയോറിറ്റി കൊടുത്ത് മുന്നിലേക്ക് പോകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരു കൗൺസിലിംഗ് സെഷൻ കൂടിയാണ്, മനസ്സിലായോ? എൻ്റെ ഓരോ റീഡിങ്ങും നിങ്ങളുടെ ഓരോ കൗൺസിലിംഗ് സെഷനും കൂടിയാണ്, അത് മനസ്സിലാക്കണം. പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ ഇത് തന്നെയാണ് ഏസ് ഓഫ് കപ്സും കിങ് ഓഫ് പെൻഡക്കിൾസും സക്സസും 6 ഓഫ് വാൻഡ്സും. പിന്നെന്താ കിട്ടിയത്? ഏസ് ഓഫ് കോയിൻസ്. ഇതൊക്കെ കിട്ടിയിട്ടും നിങ്ങൾ ഇങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുക യൂണിവേഴ്സിനെ. കാരണം നമ്മുടെ മഹിമ കൊണ്ടാണല്ലോ ഈ ലോകത്തെല്ലാം നടക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇത് ധാരണ. എംബ്രേസ്, കണ്ട, ഞാൻ നിന്നിൽ സന്തുഷ്ടനാണ്. ഞാൻ നിന്നെ എൻ്റെ കരവലയങ്ങളിൽ നീ ഉണ്ട് എന്ന് യൂണിവേഴ്സ് നമ്മളോട് പറയാണ്. നമുക്കത് മനസ്സിലാവണില്ല. അല്ലെങ്കിൽ ഈ കൊറോണ വന്നപ്പോൾ നമുക്കത് സംഭവിക്കാം, ഇല്ലേ? നമുക്ക് സംഭവിക്കാണ്. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന, അയ്യോ ഞങ്ങൾക്ക് ജോലിയില്ല, ഞങ്ങളുടെ പാർട്ണർ ശരിയല്ല, അങ്ങനെ പരാതികളാണ് നമുക്ക് പ്രശ്നം. ജനറോസിറ്റി, കണ്ട, അടുത്തത്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കാനും, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കാനും, നിങ്ങൾക്ക് കൊടുക്കാനും ഒരു മനസ്സുണ്ടാവണം. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ഞാൻ എല്ലാ കാർഡും എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ ഫുൾഫിൽമെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതെന്നും. മനസ്സിലായോ? എന്താണ് ഈ പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നത്? ഈ കാർഡുകൾക്ക്, എസ്പെഷ്യലി ഈ ഒരു ഡെക്കിന് വളരെയധികം ഇത് എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ എൻ്റെ ടാരോ കാർഡ് റീഡിങ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ഒരു ഷോപ്പിൽ പോയിട്ട് ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു കാർഡ് ഇതാണ്. അവിടെ ഒരുപാട് കാർഡ്സ് ഇരിക്കണ്ടായിരുന്നു. ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പക്ഷെ എനിക്കെന്തോ പുള്ളിനോട് എനിക്കൊരു സിംബോളിക്കലി എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ്. ഓക്കെ, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും, കാരണം എനിക്ക് 3 മക്കളാണ്, ഞാനൊരു അമ്മയാണ്. അപ്പം എനിക്ക് അമ്മയെ സ്നേഹിക്കുന്ന മക്കളെ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. അമ്മയോട് മാത്രമല്ല, ലോകത്തിലെല്ലാവരും സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എങ്കിലും എനിക്കൊരു കഥാപാത്രത്തിനോട്, ഒരു സിംബോളിസത്തിനോട് ഭയങ്കര ആഗ്രഹം. ഞാനത് മേടിച്ചു. എനിക്ക് കണ്ണിൽ പെട്ടതാണ്. കണ്ണിൽ പെട്ട് ഞാൻ പിന്നെ എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ കാർഡ് അവിടെ വെക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് ഇത് തമാശക്ക് പറയുന്നതല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ബ്രദറിനോട് ഞാൻ പറഞ്ഞ കാര്യം അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്ക് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്.
അതായത് ഞാനിപ്പോൾ എന്തെങ്കിലും കാര്യം ഇപ്പം ഇപ്പം എനിക്കും മനസ്സിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ഞാനിങ്ങനെ എടുക്കുമ്പോൾ ഈ ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ വരും, അല്ലെങ്കിൽ ക്ലിയർ എനർജി വരും പുള്ളിയുടെ കാർഡ്. എന്നിട്ട് എന്നോട് പറയും സ്റ്റോപ്പ് ദ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പുള്ളി എനിക്ക് മെസ്സേജ് വരും, അല്ലെങ്കിൽ ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷൻ തരും. ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. എന്തെങ്കിലും ഞാനിപ്പോൾ ഈ അടുത്തൊരു വെബ്സൈറ്റിൻ്റെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ഒരു പേര് കണ്ടുപിടിക്കുന്ന കാര്യം, പേര് ഞാനിപ്പോൾ പറയില്ല, അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പേരൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പുള്ളിയോട് ചോദിക്കുന്നത്. അതിന് വേറെ കുറേ റീസൺസ് ഉണ്ട്. എനിക്ക് നല്ല പ്രോമിസ് ഓഫ് ദ ഫ്യൂച്ചർ, വളരെ ഫുൾഫിൽമെൻറ്റ് ഈ വക കാർഡുകളാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് സംശയമില്ല. ഇപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോ, നീ ഇപ്പം ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ നല്ലൊരു എനർജി ആയിട്ട് എൻ്റെ അടുത്ത് ഉണ്ടോ, യൂണിവേഴ്സിൻ്റെ എനർജി എനിക്കിപ്പോൾ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പുള്ളിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുക്കും. യൂണിവേഴ്സിനെ കളിപ്പിക്കുക, അങ്ങനെ ചിന്തിച്ചാൽ മതി സൃഷ്ടാവിനെ. അപ്പം ഞാനിങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ചൈൽഡ് ലൈക്ക് എക്സ്പ്രഷനൊക്കെ കിട്ടും. ചില സമയത്ത് ഡിലൈറ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് എൻ്റെ അടുത്ത്. അതുപോലെ നമ്മൾ മാനുഷികമായിട്ട് നമുക്ക് ചില സമയത്ത് ചില തോന്നലുകളൊക്കെ നമുക്ക് വരാം. അങ്ങനെ വരുന്ന സമയത്തും കാരണം അങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് ചിലപ്പോൾ തോന്നും, കുറ്റബോധം തോന്നും നമുക്ക് ചില കാര്യങ്ങളിൽ. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഷഫിൾ ചെയ്തിട്ട് ഞങ്ങളോട് അങ്ങനെ തോന്നരുത്. അപ്പോൾ പുള്ളി അക്സെപ്റ്റൻസ് വരും. ഞാൻ സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു കാർഡ് എടുത്തിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഇവിടെ എടുത്താലും എവിടെ എടുത്താലും എനിക്ക് പുള്ളി കറക്റ്റ് മെസ്സേജ് തരുള്ളൂ. എനിക്കറിയാം നിങ്ങൾ ഈ കാണുന്ന എല്ലാവർക്കും ആപ്റ്റ് ആവുന്ന മെസ്സേജാണ് എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ. ഓക്കെ, കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ എനിക്ക് കിട്ടും. അതുകൊണ്ടാണ്. അപ്പം വാട്ടർ രാശിയിലുള്ളവർ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന അഷ്ടമശനി, കണ്ടകശനി, ഏഴരശനി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. 30 വർഷത്തില് എല്ലാവരും വിനീഷ് ഷാനി എന്ന് പറയുന്ന ആള്, ഞാനൊരു വീഡിയോ ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, മലയാളത്തിൽ ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് നമ്മളോട് പ്രത്യേക വൈരാഗ്യമൊന്നുമില്ല. നമ്മള് ഓരോ ഹൗസിൽ പോകുമ്പോഴും അതിൻ്റെ ധർമ്മങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ ആ ഓരോ ഹൗസിൽ വരുമ്പോഴും പുള്ളി ഒന്നും ചെയ്യില്ല. ഭാവങ്ങളിൽ വരുമ്പോൾ ഒന്നാമത്തെ ഭാവത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒന്നും ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ അഷ്ടമത്തിൽ വരുമ്പം ഇതുപോലെ തന്നെ രോഗങ്ങളും കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പണി തരും. അല്ല അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് തരില്ല. പിന്നെ നമുക്ക് കിട്ടും. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റ് ലൈഫോ അല്ലെങ്കിൽ നമ്മുടെ ഹെറിഡിറ്ററിയിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ജീനിൽ വന്നിരിക്കുന്ന ഇതിൽ ഹാഫ് നമുക്ക് കിട്ടും. അപ്പോഴും നമുക്ക് ഹാഫ് കിട്ടില്ലേ? എന്തുകൊണ്ട്? നമ്മുടെ പ്രസന്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ശരിയാക്കിയാൽ മതിയെന്ന്. പുള്ളിക്ക് അങ്ങനെ ഒരു വ്യത്യാസം ആരോടും ഇല്ല. ക്രിസ്ത്യാനിന്നോ ഹിന്ദുന്നോ മുസ്ലിമെന്നോ ഒന്നും നോക്കിയിട്ടല്ല സൃഷ്ടാവ് അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്തു തരണത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചു, എന്ത് ഉടുക്കുന്നു, ഇതൊന്നും പുള്ളിക്ക് പ്രശ്നമല്ല. ഞാൻ എന്തുകൊണ്ടാണ് വാട്ടർ രാശിയോട് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അവരാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. പൈസിസ് അത്ര അധികം ഇല്ലെങ്കിലും സ്കോർപിയോയും വാട്ടർ രാശിക്കും നല്ല രീതിയിലുള്ള ഇതുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. വ്യക്തിപരം എന്ന് വെച്ചാൽ ഞാൻ വാട്ടർ രാശിയല്ല, ബട്ട് ഞാൻ പറയുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള എനർജീനെ നമ്മൾ നല്ല രീതിയിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കുന്ന മക്കളെ എന്നാണ് പുള്ളി പറയണത്. പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിക്കുന്നത്? അത്രേ ഉള്ളൂ. അപ്പം എൻ്റെ റീഡിങ്ങിൽ കൂടെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ടെന്ന് ഞാനങ്ങോട്ട് വിചാരിക്കുകയാണ്. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടിക്കോളും, അത്ര തന്നെ. നിങ്ങൾ വിചാരിക്കേണ്ട അടുത്ത 24th കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നിൽക്കുന്നു. അങ്ങനെയല്ല, അങ്ങനെ വിചാരിക്കരുത്. മനസ്സിലായി? എനർജിയുടെ വേരിയേഷൻ നമ്മൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് വരത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത് പെട്ടെന്ന് നാളെ നടക്കുമെങ്കിൽ നാളെ ലോട്ടറി അടിക്കുമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഓക്കെ, നമ്മളുടെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമ്മൾ തന്നെ കൊണ്ടുവരണം. ഞാനൊരു ക്ലാസ് തിരിച്ചു കാപ്പി എൻ്റെ മോനത്തെ ഇപ്പോൾ ആലോചിച്ചാലും കുഴപ്പമില്ല, കുടിക്കണതാണ്, ഒന്നും വിചാരിക്കരുത്. അപ്പം അങ്ങനെയാണ്. അപ്പം നമുക്ക് ലൈവൊക്കെ വരാം. ഇപ്പം കുറച്ച് കഴിയട്ടെ. പക്ഷെ എനിക്ക് ലൈവൊക്കെ വരുമ്പോഴുണ്ടല്ലോ ഒരുപാട് പേരിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഞാൻ ഇതുവരെ ലൈവൊന്നും പോയിട്ടില്ല. ഒന്നാമതായാലും ഞാൻ ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അറിയാം എത്ര നാളായിട്ടുള്ളൂ.
അപ്പം എല്ലാവർക്കും വളരെ നല്ലൊരു ഭാവിയും നല്ലൊരു ഫ്രണ്ടിലേക്ക് പോകാനുള്ള നല്ല ഫോഴ്സ്ഫുൾ ആയിട്ടുള്ളൊരു എനർജി യൂണിവേഴ്സിൽ നിന്ന് കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെന്നല്ല, നമ്മുടെ ചാനലിലുള്ള എല്ലാവരും അങ്ങടും ഇങ്ങടും ആഗ്രഹിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് വേണ്ടത്. തെറ്റുകളെ കണ്ട എതിർക്കാനും നല്ലതിനെ കണ്ട് അത് സ്വീകരിക്കാനുമുള്ള നല്ല മനസ്സുള്ള മനുഷ്യരുടെ ഒരു കൂട്ടായ്മ എന്ന് പറയണം RC ചാനലിൽ വരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും. അപ്പം എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.